യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം കൊണ്ടുള്ള വചനത്തിൽ പറയുവന് യൂദയായുടെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിൻ്റെ പുത്രനായ യെശയ്യായ്ക്കുണ്ടായ അരുളപ്പാട് ഇപ്രകാരം പറയാണ്: അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിന്റെ കിരിയിലേക്ക്. അനേകം ജനതകൾ പറഞ്ഞു. ഏത് ജനത? ക്രൈസ്തവരാണോ? അല്ലല്ലോ. അനേകം ജനതകൾ. ഒരു ജൂതന്മാർ പറയും, സമറിയാക്കാർ വരും, സിഖുകാർ പറയും, മുഹമ്മദിയർ പറയും, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ എന്ത് പറയും? നമുക്ക് എങ്ങോട്ട് പോകാം? കർത്താവിന്റെ ഗിരിയിലേക്ക് പോവാം. കർത്താവിന്റെ ആലയത്തിലേക്ക് പോവാം. യാക്കോബിന്റെ ഭവനത്തിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മൾ പോകുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ആരാധിക്കാൻ ചെല്ലുമ്പോൾ ദൈവം നൽകുന്നൊരു കാര്യമാണ്, അവിടുത്തെ മാർഗം നമ്മെ പഠിപ്പിക്കും. അല്ലേലിയ. അവിടുത്തെ മാർഗം നമുക്ക് കാണിച്ചു തരും. അല്ലേലിയ. ആ മാർഗത്തിലൂടെ നടന്നാൽ, ആ മാർഗത്തിലൂടെ ചരിച്ചാൽ മാത്രമേ ശരിയായിട്ടുള്ള പാതയിലൂടെ നമുക്ക് നയിക്കാൻ കടന്നു പോകാനായിട്ട് പറയുള്ളൂ. സങ്കീർത്തന പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ. അപ്പൊ കർത്താവിന്റെ പ്രമാണങ്ങളും ഉടമ്പടികളും കർത്താവിന്റെ ഉടമ്പടി, കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന പ്രമാണങ്ങൾ, നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹമുള്ളതാണ്. അപ്പൊ ജീവിക്കണമെങ്കിൽ, ജീവജലത്തിൻ്റെ ഒരുവി നമ്മുടെ തലമുറയിൽ ഒഴുകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന യാക്കോബിൻ്റെ ദൈവമായ ദേവാലയത്തിൽ പോയി എന്ത് ചെയ്യണം? വചനം പഠിക്കണം. അല്ലേ? ജെറുസലേമിൽ നിന്ന് വചനവും സീനായിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും വരും. അല്ലേലിയ. സീനായി മലയിൽ വെച്ചാണ് ദൈവമായ കർത്താവ് എന്ത് ചെയ്തത്? മോസസിന് 10 കൽപ്പനകൾ നൽകപ്പെട്ടത്. അല്ലേലിയ. 10 കൽപ്പനകൾ നൽകിയത് സീനായിൽ മലയിൽ വെച്ചാണ്. എന്നാൽ ജെറുസലേമിലാണ് ആര് ജനിച്ചത്? അപ്പത്തിൻ്റെ നാട്ടിലാണ് അപ്പമായി തീരേണ്ട യേശു ക്രിസ്തു ജനിച്ചത്. അല്ലേലിയ. അപ്പോൾ ഇവിടെ പറയാണ്, എന്താണെന്ന് വെച്ചാൽ 25:10 പറയാ, കർത്താവിന്റെ ഉടമ്പടിയും കർത്താവിന്റെ പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. അല്ലേലിയ. കർത്താവിന്റെ നാമത്തെ പ്രതി. അല്ലേലിയ. കർത്താവ് പരിശുദ്ധനാണ്, ഹോളിയാണ്. അല്ലേലിയ. ആ നാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അല്ലേലിയ. വീണ്ടും പറയാണ്, അങ്ങയുടെ കർത്താവിനെ ഭയപ്പെടുന്നവരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അത് വീണ്ടും പറയാം, അവിടുത്തെ വഴി വീണ്ടും കാണിച്ചു കൊടുക്കും. അല്ലേലിയ. വീണ്ടും പറയാം, അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവന്റെ മക്കൾ ദേശം അവകാശം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലേലിയ. കൃപയുള്ള അഭിഷേകമുള്ളവര്, ദൈവത്തിന്റെ വചനം പഠിക്കുന്നവര്, ദൈവത്തിന്റെ പ്രമാണം പാലിക്കുന്നവര്, ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമുദായം അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ ദേശങ്ങൾ കീഴ്പ്പെടുത്തും. അല്ലാത്ത കുടുംബങ്ങൾ എന്ത് ചെയ്യും? വിറ്റ് പോകും. മക്കളില്ലാതെയാകും, കുടുംബങ്ങൾ ആളൊഴിഞ്ഞ് ഇല്ലാതെയായിട്ട് മാറും. അല്ലേലിയ. അതുകൊണ്ടാണ് ദൈവം പറയണത്, എന്ത് പറയണം? നിങ്ങൾ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകണം, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പറയും, നിങ്ങൾക്ക് മനസ്സിലാകാൻ. ഒരു അക്രൈസ്തവ കുടുംബ മകൻ ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്നു. അവൻ 2-3 വർഷം കൊണ്ടായി. അവനെന്താ വെച്ചാൽ, അവന് വലിയ വീട്ടിൽ വന്നാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുക, വയലൻ്റ് ആകുക, വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ വയലൻ്റ് ആകുക. അല്ലേരിക്കാം. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, ഇവന് പനിയുണ്ട്, അതിന് തുമ്മലുണ്ട്, പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ എഴുതി. ടെസ്റ്റുകൾ ചെയ്തിട്ട് പിന്നീട് വരാൻ പറഞ്ഞു.
അവർ പോയി അന്ന് പോയി ഇവർ പോയി വീട്ടിൽ കിടന്നു. പക്ഷേ ഇവന് ഈ മരുന്നൊന്നും കഴിച്ചിട്ട് ഒരു കുറവുമില്ല. ടെസ്റ്റൊന്നും നടത്തിയില്ല, പക്ഷേ ടെസ്റ്റ് നടത്താം, കാരണം മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ കുടുംബം ഇവിടെ ഇടയ്ക്ക് ശുശ്രൂഷയിൽ വരുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. ഭാര്യ മാസത്തിൽ 1-2 പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, പിറ്റേൻ്റെ ദിവസം ഇവനോട് പറഞ്ഞു നമുക്ക് വേറൊരു ആസ്പത്രി പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. കാരണം ഇവൻ വൈകിട്ട് വയലൻ്റാകാണ്. നമ്മുടെ പല കുട്ടികളും വയലൻ്റാണ്. വേറെ ഒരു പെങ്കൊച്ച് ഇങ്ങനെയാണ്, അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയാൽ ബോധം കിട്ടു വീഴും. നൈറ്റ് ഡ്യൂട്ടി കിട്ടിയ രാത്രി ഉറക്കൊളിക്കണം എന്നുള്ള പേടിയല്ല, നൈറ്റ് ഡ്യൂട്ടി നഷ്ടപ്പെടുന്നു എന്നുള്ള പേടിയാണ്. ഏത് നൈറ്റ് ഡ്യൂട്ടിയാണ്? മൊബൈലിൻ്റെ നൈറ്റ് ഡ്യൂട്ടി നഷ്ടപ്പെടും. അപ്പോൾ രാത്രി കാലങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്താ, മൊബൈൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് അപസ്മാരം പിടിവിടും. അല്ലേ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആ കൊച്ചിനോട് പറഞ്ഞ്, നീ എന്താ ചെയ്യണം, ഈ മേഖല ഉപേക്ഷിക്കണം. പകല് ജോലി ചെയ്യാൻ പോയ കുഴപ്പമില്ല, പകലും ജോലി ചെയ്യും, രാത്രിയും ജോലി ചെയ്യും. പകല് സ്ഥാപനത്തിൽ ജോലി ചെയ്യും, രാത്രി നെറ്റ് സർവീസിൽ ജോലി ചെയ്യും. അല്ലേ നമ്മുടെ കുട്ടികളുടെ ഒരു ട്രെൻഡാണ്. ഉറക്കമില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് മൊബൈലോ ഒരു ലാപ്ടോപ്പൊക്കെ കൊടുത്താൽ മതി. ഈ പയ്യനെ ഇവിടെ കൊണ്ടുവന്നു. ഇവരെ കുറച്ച് 10-30 കിലോമീറ്റർ അകലേന്നാണ് വരുന്നത്. അപ്പോൾ ഇവനോട് പാലക്കാടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞു. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഇവനുണ്ട്. ഇവർ ഇവിടെ വന്ന് അവൻ ഇവിടെ കയറിയിരുന്നു. അവന് മനസ്സിലായത് ഇത് ഒരു ഹോസ്പിറ്റലൊന്നുമല്ല. അപ്പോൾ ഇവൻ എല്ലാത്തിനും നിസ്സഹകരണം കാണിക്കാൻ തുടങ്ങി. അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. തലമുടിയൊക്കെ ഇങ്ങനെ വർദ്ധിച്ച്, നമ്മുടെ ഈ പഴയ കാലത്ത് ഈ വലിയ നെല്ല് കൊണ്ടുവന്ന തൊട്ടി വയ്ക്കുന്ന ഒരു 2-3 പറ നെല്ല് കൊല്ലുന്ന കൊട്ടയൊക്കെയുണ്ട്. പഴയ കാലത്ത് നമുക്കറിയാം, നെല്ല് ചോക്കുന്ന കൊട്ടയൊക്കെയുണ്ട്. ചെറിയ കൊട്ടയിൽ നിന്ന് വലിയ കൊട്ടയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ച്, അല്ലെങ്കിൽ സിമെൻറ്റ് എടുക്കുന്ന ചട്ടി ഇങ്ങനെ ഇരിക്കുന്നല്ലേ. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. പിള്ളേർക്ക് ഇതൊന്നും മോശമാണെന്ന് ഒരു തോന്നലില്ല. ഒരു ഫോട്ടോ എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം. ഇത് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ മുറിയിലിരിക്കുന്ന സമയത്ത് അവൻ കയറി വന്നപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ആസ്പത്രി കൊണ്ടുപോയതാണ്, ആസ്പത്രി ഇപ്പോൾ ഇവിടെയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒന്നിനും സഹകരിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു. എനിക്കൊരു ദേഷ്യം കയറി. കാരണം എന്താ വെച്ചാൽ, എന്നെ ആസ്പത്രി കൊണ്ടുവന്നെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്. എന്നിട്ട് എവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നു. എനിക്ക് അസുഖമാണ്, പക്ഷേ ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവനോട് ചോദിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ കാര്യങ്ങളനുസരിച്ച് ഇവൻ്റെ ഹൃദയം തുറക്കാൻ തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ ശരീരത്തിൽ നിന്ന് രോഗം മാറാൻ തുടങ്ങി. 2-3 മാസമായിട്ടുള്ള പനി, വിട്ടുമാറാത്ത പനി അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി. അല്ലേരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവന് ഏകദേശം ഒരു 6-7 മണിക്കൂർ മൊബൈലിന് അടിമയാണ്. ഇവൻ്റെ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ, വൈകിട്ട് ഒരു 7 മണിക്ക് തുടങ്ങിയാൽ 12 മണി ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയുടെ അടുത്ത് എന്ത് വീട്ടുകാർ പറഞ്ഞാലും ശരിയാ. ആ ഡ്യൂട്ടി ഇവരെന്തെങ്കിലും വിധത്തിൽ ഡിസ്റ്റർബ് ചെയ്താൽ അപ്പം എന്ത് വരും, അപ്പോൾ ബോധം കെട്ട് അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാകും, ബഹളുണ്ടാകും. അപ്പം മാതാപിതാക്കന്മാർ വിചാരിച്ചു ഇവന് വട്ട് പിടിച്ചു എന്ന്. സാധാരണ അങ്ങനെയാണല്ലോ, കാരണം കാണിക്കാത്ത ചില കാര്യങ്ങളൊക്കെയും കാണിക്കുമ്പോൾ വട്ട്. ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ ഇങ്ങനെ ഈ വടിയൊക്കെ പിടിച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വരും. അപ്പം ഞങ്ങളിങ്ങനെ പിന്നാലെ ഓടും. ആളെ കാണാൻ വേണ്ടിയില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ഇയാൾ ഓടിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ചോടും. അല്ലേ ആ മനുഷ്യന് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പം നമുക്കൊരു കൊച്ചുകുട്ടിയായതുകൊണ്ട് അങ്ങനെ കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പഴയ കാലത്ത് ഞങ്ങൾക്ക് ഒരാളുണ്ടായുള്ളൂ, ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഓടാൻ. ഞാൻ ഇവനോട് ചോദിച്ച കുറേ കാര്യങ്ങൾ ഒരു ബൈബിളും പറഞ്ഞില്ല. കാരണം എന്താ, ഇവൻ അക്രൈസ്തവനാ. ഇവ ആദ്യമായിട്ടൊരു ധ്യാനത്തിന് പോകുന്നത്. ഒരു സ്ഥലത്തും വേറെ സ്ഥലത്ത് പോയിട്ടില്ല. അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പൻ്റെ ഒരു മാരകമായ രോഗം കൊണ്ടാണ് അവർ കുടുംബം ഇവിടെ വന്നത്. അപ്പൻ 1-2 തവണ വന്നു പോയിട്ടുണ്ട്. അല്ലേ പിന്നെ മോൻ്റെ ഈ മാരകമായ രോഗം കണ്ടപ്പോൾ അപ്പൻ ആകെ വിഭ്രാന്തി. കാരണം എന്താ, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറുന്ന രോഗം അല്ല. അല്ലേ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ പെട്ടെന്ന് അവൻ കസേരയിലേക്കാണ്ട് തളർന്ന് വീഴാ, ബോധം കെട്ട് വീണ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നിട്ട് അവനിങ്ങനെ എഴുന്നേറ്റിട്ട്
ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കാണ്. അപ്പം എനിക്ക് മനസ്സിലായി ആദ്യത്തെ ആളല്ല. കാരണം എന്താ, ബോധം കെട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും അതിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഏതോ പന്തം കണ്ട പിഴിഞ്ചാരിനെ പോലെ. ഞാൻ ചോദിച്ചു ഇപ്പം എന്തായെന്ന് വെച്ചു. എല്ലാം പോയി അച്ഛാ. എത്ര വർഷങ്ങളായിട്ട് ശരീരത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന സാധനം. ഞാൻ ചോദിച്ചു ഇനി നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ? അല്ല അച്ഛ, എല്ലാ പ്രശ്നവും മാറി, എല്ലാ പ്രശ്നവും മാറി. കാരണം എന്താ, ഇവൻ ഈ സാധനങ്ങൾ ഓരോന്നും അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ശരീരത്തിൽ കയറിയ രോഗമാണെന്ന് അവന് തിരിച്ചറിയാം. ഇന്ന കാലത്ത് ഈ കാലത്ത് കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ തിരിച്ചറിയാത്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ലെയറായിട്ടാണ് വരുന്നത്. നമ്മൾ ദൈവത്തിനെതിരെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ ലെയറായിട്ട് വരുമ്പോൾ ഈ ഓരോന്നും നമ്മൾ ബന്ധിച്ചാൽ മാത്രമേ ഫ്രീ ആവുള്ളൂ. അല്ലേലിയ. കാരണം നമ്മൾ ഓരോ മേഖലയും ഇങ്ങനെ ബന്ധിച്ച് കഴിയുമ്പോഴാണ് ഇവൻ പൂർണ്ണമായിട്ട്. കാരണം എന്താ, ഈ ഓരോ പാപം ചെയ്തു കഴിയുമ്പോൾ അതാണ് വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ്. അല്ലേലിയ. വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിക്കുന്ന ഒരാത്മാവുണ്ട്. പഴയ കാലത്ത് വചനത്തിൽ പറഞ്ഞു വെച്ചത് എല്ലാം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലേലിയ. 4-ാമത്തെ അധ്യായത്തിൽ 2 കൊരിന്തോസ് 4:4 പറയാണ്, ഈ ലോകത്തിന് ദേവൻ അവിശ്വാസികളായ, വിശ്വാസി ഒരാളും ഈ ഈവൾ പവർ വരുന്ന സാധനങ്ങൾ കാണില്ല. അപ്പം ഞാൻ ഒരു മോശപ്പെട്ട സിനിമയോ മോശപ്പെട്ട മേഖലയിലോ അല്ലെങ്കിൽ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെടുന്നുണ്ടെങ്കിൽ എന്നിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആത്മാവാണോ അതെയോ അന്ധവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ്? അവിടെ പൗലോസ്ലീഹ പറയുന്ന അങ്ങനെ തന്നെയല്ലേ, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും അവന് കാണാനായിട്ട് പറ്റില്ല, കേൾക്കാനായിട്ട് പറ്റില്ല, ഹൃദയം കൊണ്ട് അവനെ ശ്രവിക്കാൻ പറ്റില്ല. അല്ലേലിയ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവം എന്ത് പറഞ്ഞു, ഞാൻ ഹൃദയത്തിൽ മനസ്സിൽ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ആലേഖനം ചെയ്യും. അവരുടെ ഹൃദയത്തിൽ ഞാനവ കൊത്തിവെക്കും അല്ലെങ്കിൽ സ്ഥാപിക്കും. അല്ലെ, ഹൃദയം ചെറിയൊരു സാധനമൊന്നുമില്ല. ഹൃദയത്തിൽ അത് കൊത്തിവെക്കുകയാണ്, ഹൃദയത്തിൽ അത് സ്ഥാപിക്കുകയാണ്. അല്ലേലിയ. കാര്യം പറയുന്ന മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ദൈവ പ്രമാണങ്ങൾ ലംഘിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കരുത്, ദേവാലയത്തിൽ പോകണം. ഞാൻ ഈ രണ്ടും കൂട്ടി വായിക്കുകയാണ്. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഹാദിനത്തിൽ എഴുന്നേറ്റ്, തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശു പറയുക, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്താ കുടിക്കേണ്ടത്? ജീവജലത്തിൻ്റെ അരുവി. അത് തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ അവസാന നാളുകളിൽ എന്ത്? ജനം കർത്താവിന്റെ ആലയത്തിലേക്ക്, കർത്താവിന്റെ ആലയ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ നമുക്കറിയാം 2 കല്ലുകളാണ്. ഒന്ന് ആദാമിനെ സൃഷ്ടിച്ച കല്ല്, മറ്റൊരു കല്ല് എന്താണ്? ഇസ്രായേൽ ഈ ദേവാലയം നിർമ്മിച്ച കല്ല്. അതുകൊണ്ട് ഈ ഇസ്രായേൽ ജനം ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ പാറയിൽ മേലാണ് അവർ ജെറുസലേം ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ജെറുസലേം ദേവാലയം ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് നോക്കിയാലും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അനേകം ജനതകൾ പറയും, വരുവിൻ. രോഗമുള്ളവർ പറയും കർത്താവിൻ്റെ ആലയത്തിൽ പോകും, കടബാധ്യത ഉള്ളവർ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും, കുടുംബ ബന്ധം തകർന്നവർ പറയും കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. അല്ലെങ്കിൽ മക്കളില്ലാത്തവർ കർത്താവിൻ്റെ ആലയത്തിൽ പോകും, വിവാഹം നടക്കാത്തവർ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. അല്ലെങ്കിൽ കൃഷി നശിച്ചവർ പറയും കർത്താവിൻ്റെ ആലയത്തിലേക്ക്. കാരണം എന്താ? അവിടെയാണ് ദൈവത്തിൻ്റെ ജീവജൻ്റെ ഉറവിട. അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ അനേകം ജനതകൾ പറയും. അല്ലെങ്കിൽ അനേകം ജനതകൾ. അപ്പം കുടുംബ ബന്ധങ്ങൾ തകരുന്നവർ, കുടുംബ ജീവിതങ്ങൾ തകരുന്നവർ എന്ത് ചെയ്യണം? ഈ ആലയത്തിലേക്ക് ഒഴുകും. ഒരു കുടുംബം ഇവിടെ വന്ന് ശുശ്രൂഷയെ പങ്കെടുക്കുന്ന അവരൊരു ഭവനൊക്കെ നടന്നു. ഭവനം നടന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരെന്തോ ഈ വലിയ കുരിശുണ്ടാക്കിയിട്ട്, കുരിശ് എന്തുമേ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പഞ്ചലോകത്തുമേ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി സ്ഥാപിച്ചു. പഞ്ചലോകം. കാരണം നമ്മൾ നല്ലൊരു വീട് പണിയാൻ നിൽക്കുമ്പോൾ എന്ത് ലോകം വെച്ചാലും നല്ലതാണെന്ന് ചെയ്യാണ്.
അത് നിയമമാണ്, അതൊന്നും ചെയ്യുന്നില്ല. വലിയ കുരിശ്. ആ പള്ളിയിൽ അച്ഛനും ഇത് സ്ഥാപിച്ചു. ഞാനിവിടെ വന്ന് എന്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ പഞ്ചലോക. ഞാൻ പറഞ്ഞു, എന്നാൽ ആ വീട്ടിൽ ഇപ്പോൾ ഉള്ള ഐക്യം തകരും, ഇപ്പോൾ ഉള്ള ഐക്യം തകരും, എന്നിട്ട് വേറെ ഐക്യം തുടങ്ങും. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഭർത്താവ് ഭാര്യേനെ പുറത്താക്കി. എന്നിട്ട് എന്തായി, അവർ ചേട്ടനിമാർ തമ്മിൽ വലിയ ബന്ധം. കാരണം ചേട്ടനിമാരുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്യാം. അല്ലേ? ഞാൻ ആ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ കുടുക്കളഴിക്കുന്ന മാതാവിൻ്റെ ഈ നവനാൾ ഇറക്കിയിട്ടുണ്ടായി. ആ കുടുക്കളഴിക്കുന്ന മാതാവിൻ്റെ നവനാൾ ഇറക്കിയപ്പോൾ എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരിത് ഒരു 10 ഇങ്ങനെ 10-20 മേടിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. ഇത് നിസ്സാര പ്രാർത്ഥനയല്ല കേട്ടോ, മേടിച്ച് കട്ടൻ്റെ അടിയിൽ വയ്ക്കാനുള്ളതൊന്നല്ല, ഇത് ഫലം നൽകുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ 2016 തൊട്ട് ഈ സെൻറ്ററിൽ ചെല്ലിയിട്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലേലിയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ചേച്ചി ചെല്ലിയ മതി, മേടിച്ച് കൊടുക്കുക. അപ്പോൾ ചേച്ചിക്ക് എന്തായി, ചൊല്ലി തുടങ്ങിയാൽ മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. ഞാൻ എന്ന് വരുമ്പോൾ പറയും, ചേച്ചി എന്ത് ചെയ്യണം, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേച്ചിയുടെ തലമുറയ്ക്കും ചേട്ടൻ്റെ തലമുറയ്ക്കും. അല്ലേലിയ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇത്രയും നാൾ പ്രാർത്ഥിച്ച് ഉള്ള സ്വസ്ഥത ഇപ്പോൾ പോയി. അപ്പോൾ പ്രാർത്ഥന വർദ്ധിക്കുമ്പോഴാണ് എന്ത് കയറുന്നത്, സ്വസ്ഥത പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആര് കയറുന്നത്, പിശാച് കയറുന്നത്. നമുക്ക് ചെറിയ ചിന്ത എങ്ങനെയുണ്ട്, ചെറുതല്ല, വലിയ ചിന്തയാണ്, തെറ്റായിട്ടുള്ള ചിന്തയാണ്. പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്താ, നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പിശാചും, അങ്ങനെയാണെങ്കിൽ എല്ലാ പിശാചും കയറേണ്ടത് എങ്ങോട്ടായിരിക്കും, പാലക്കാട് രൂപതയിലേക്കായിരിക്കും, രൂപതാധ്യക്ഷൻ്റെ. അല്ലേലിയ. അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കെതിരായിരിക്കും എല്ലാ പിശാചുക്കളും തരുന്നത്, അല്ലെങ്കിൽ എന്താ അച്ഛന്മാർക്കെതിരെ. അങ്ങനെയല്ല. പ്രാർത്ഥന കൂട്ടുമ്പോൾ എന്തെങ്കിലും ഭിന്നത കലഹം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങിപ്പോവുള്ളൂ, പ്രാർത്ഥിക്കാതെ പോവില്ല. പ്രാർത്ഥിച്ചിട്ട് കുടുംബത്തിൽ കലഹം ഉണ്ടാണെങ്കിൽ ആ കലഹത്തിൻ്റെ ആത്മാവ് കുടുംബത്തിൽ കിടക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അല്ലേലിയ. എനിക്ക് അപകടങ്ങൾ വർദ്ധിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മിക്കപ്പോഴും എൻ്റെ വണ്ടി ഇടിക്കാം. ഞാൻ പ്രാർത്ഥന കൂട്ടാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരു ദിവസം എന്താ വെച്ചാൽ മിഖായേൽ മാലാവെ കാണിച്ചു തരാം. അതിനുശേഷം മിഖായേൽമാരുടെ പ്രാർത്ഥന ഇടാൻ തുടങ്ങി, അപകടം മാറി. നമുക്കൊരു ശക്തി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവപ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ പാലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യമാണ് നമുക്ക് വഴി കാണിച്ചു തരും, നല്ല നടക്കേണ്ട വഴി. അതാ സങ്കീർത്തനം 25:11 നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു നടക്കും. ആ ദേശം നിൻ്റെയും നിൻ്റെ മക്കളും കീഴ്പ്പെടുത്തും. ഇപ്പം നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ വസിക്കുന്ന, ഇടവകൾ വസിക്കുന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ദേശങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ജാതിക്കാരോ മറ്റുള്ള മനുഷ്യരല്ല, നമ്മുടെ ക്രൈസ്തവരുടെ വിശ്വാസക്കുറവാണ്. പള്ളി പോലും ഉണ്ടാവില്ല, ഞായറാഴ്ച ദിവസം കുർബാന അർപ്പിക്കുന്നുണ്ടാവില്ല, പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക് പോകുന്നുണ്ടാവില്ല, കടമുള്ള ദിവസങ്ങൾ പരിശുദ്ധമായിട്ട് ആചരിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച മാംസം വർജിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാംസം വർജിക്കുന്ന, വെള്ളിയാഴ്ച ഉപവാസം എടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന കൃപയാണ് ഈശോയുടെ പീഡാനുഭവത്തിലൂടെ കിട്ടിയ കൃപ. വെള്ളിയാഴ്ച മാംസം കഴിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ പിള്ളേരോട് ചോദിച്ചു കഴിക്കുന്നില്ലേ നോക്കി. ഇല്ലാത്തവരെ വന്ന് പറ. ഭൂരിഭാഗം ഒരു 90-95% ഈ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച മാംസം കഴിക്കും. മറ്റു മതസ്ഥർക്ക് പാവമല്ല. കാരണം നമ്മളെന്താ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അല്ലേലിയ. പക്ഷേ ഈ തിരുനാൾ ഏറ്റു നടത്തുന്ന പ്രസിഡന്റ് പറഞ്ഞു 40 അല്ല 60 അല്ല 1,00,000 ആയാലും ബൈബിൾ നാടകം മതി. അല്ലല്ലയോ? കൊച്ചി തിയേറ്റേഴ്സിൻ്റെ നാടകം കൊണ്ടൊന്ന് അവിടെ അവതരിപ്പിച്ചു. ഈ കാരണം ഈ പ്രദേശത്തുള്ള എല്ലാ അക്രൈസ്തവരെയും നാടകം കാണാൻ വരും. നാടകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് എന്നെ കാണുമ്പോൾ പറയാം, ഫാദർ നിങ്ങളുടെ ഇടവകയിലെ വിശുദ്ധൻ ഇത്രമാത്രം ശക്തിയുള്ളതാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത്രമാത്രം ശക്തിയുള്ളതാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത് അറിയാനുള്ള കാരണം താഴ്ന്നു. ഒരു ബൈബിൾ നാടകം കാണിച്ചപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താ? ഈ വിശുദ്ധൻ വലിയ ശക്തനാണെന്ന്, പകർച്ചവ്യാധിയുടെ മേൽ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വിസർപ്പൻ്റെ മേൽ അധികാരം ഉള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
അല്ലേലിയാം, അല്ലേലിയാം, അല്ലേലിയാം. അല്ലേ? അപ്പം അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ 10 ആൾക്ക് വിശ്വാസം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് പകരം എന്താ, എല്ലാ നാളിലെയും ഈ സാധനം ഓടി ഓടി ഈ അക്രൈസ്തരും വന്ന് ഇതാ കാണുന്നത്. അപ്പം നമ്മുടെ ദേവാലയത്തിലെ വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ടോ? പകർന്നു കൊടുക്കുന്നുണ്ടോ? അല്ലേലിയാം. ഞാൻ വേറെ സ്ഥലത്തിരുന്നപ്പോൾ അവിടെ ജൂബിലി ആയിരുന്നു. അവിടെ ജൂബിലി കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത്, പള്ളി പുതുക്കി പണിത് അവിടെ ജൂബിലി ആഘോഷിക്കുന്ന ദിവസം ഏപ്രിൽ മാസം അങ്ങോട്ട് 18-ാം തീയതി. ആ കാലഘട്ടത്തിൽ മഴ പെയ്യില്ലല്ലോ. അന്ന് ആ ദേശത്തിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവ് മാത്രം മഴയില്ല, ബാക്കി എല്ലാ സ്ഥലവും മഴ. അല്ലേലിയാം, അല്ലേലിയാം. അവിടുത്തെ ഈ അതിൻ്റെ മുമ്പിലൂടെ ഒരു 10-300 ആട് മേയ്ക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പോയപ്പോൾ അവരുടെ ജാതിക്കാരോട് പറയാണ്, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധനുണ്ടല്ലോ, ആ വിശുദ്ധനെ അങ്ങനെ ചില്ലറയൊന്നുമല്ല, വലുതാ. ഏതാ വിശുദ്ധൻ എന്നറിയാമോ? അവർക്ക് വിശുദ്ധനായിട്ട് തോന്നാം. ഗുഡ് ഷെപ്പേഡ് ആരാ? ഈശോ ആണ്. അല്ലേലിയ. എന്ന് പിതാവ് വന്നു. ഞാൻ നോക്കുമ്പോൾ മുകളിലിട്ടിരിക്കുന്നത് ഓലയാണ്. കാരണം ഏപ്രിൽ മാസം ആയതുകൊണ്ട് അവർ ചോദിച്ചു മഴ പെയ്യില്ലെന്ന് ചോദിച്ചു. പക്ഷേ ആ ചുറ്റുപാട് 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മഴ പെയ്തില്ല. അതിൻ്റെ അപ്പുറത്തെല്ലാം മഴയായിരുന്നു. കാരണം എന്താ? ആ വിശുദ്ധൻ സാധാരണക്കാരനല്ല, ആ ദേശത്തിൻ്റെ അധിപനാണ്. റെഡീമറാണ്. ക്രിസ്തുവിനെ വിളിക്കുന്ന പേരെന്താ? റെഡീമറാണ്. അല്ലേലിയാം, അല്ലേലിയാം, അല്ലേലിയാം. ദൈവത്തെ വിളിക്കുന്ന പേരെന്താ? ഓൾമൈറ്റിയാണ്, ക്രിയേറ്ററാണ്, അവൻ ഹോളിയാണ്, അവൻ ഓൾ നോയിങ് ആണ്, എല്ലാവരും അറിയാം. അല്ലേലിയാം, അല്ലേലിയാം. സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 1 അന്ന് ഇപ്പം പറയാ, ലോത്ത് അവനോട് പറഞ്ഞു, ലോത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കഥ കടച്ചു. എന്തുകൊണ്ടാ? ഇതെല്ലാം കൂടി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 3 എണ്ണത്തിനെയും കൊണ്ടുപോകുന്ന ലോത്തനാണ്. ലോത്ത് കഥ കടച്ചിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ലോത്ത് പറഞ്ഞു, സഹോദരരെ കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ സ്വർവവിവാഹം പറ്റുമോ? ലിവിങ് ടുഗദർ പറ്റുമോ? പ്രേമബന്ധം പറ്റുമോ? മിശ്രവാഹം പറ്റുമോ? ലവ് ജിഹാദ് പറ്റുമോ? റോമിയോ ജിഹാദ് പറ്റുമോ? പറ്റില്ല. മ്ലേച്ഛത. കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി വിശ്വാസത്യാഗത്തിന്റെ ആത്മാക്കൾ നമ്മുടെ ദേശത്തെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേലിയാം, അല്ലേലിയാം. ഒരു കുടുംബം കഴിഞ്ഞ ദിവസം ഇവിടെ കാണാൻ വന്നു. അവർ പറയും എല്ലാ ദിവസവും പള്ളി പോകും, എല്ലാ ദിവസവും, ഒറ്റ ദിവസം കുർബാന മുടങ്ങില്ല. പക്ഷേ വീട്ടിൽ 10 പൈസ മേൽഗതിയില്ല. ഭാര്യയും ഭർത്താവും ഒന്ന് പറയാൻ തുടങ്ങിയാൽ അടിയില്ല തീരും. അടിയെന്ന് പറഞ്ഞാൽ ചുമ്മാ അടി വീണ് പോവുക. എപ്പോഴും എന്തെങ്കിലും കേടായി പോവും. ഒരു കാര്യം, നല്ലൊരു കാര്യം നടത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. അല്ലേലിയാം, അല്ലേലിയാം. അപ്പോൾ അവർ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് എവിടെ ഒരു പോകാനുണ്ടായിട്ട് അവരിവിടെ വന്നു. ഇവിടെ ഒരു 7-8 മണിയായപ്പോൾ വന്നു അവർ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു കുമ്പസാരിക്കണം. ഓക്കെ. അപ്പോൾ അത് രാവിലെ അവർ തലേൻ്റെ ദിവസം പോകാമെന്ന് പറഞ്ഞു. കുമ്പസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും ഇവർ പറയും ഞാൻ എന്ന് കുർബാനയ്ക്ക് വന്ന എല്ലാ കുർബാനയ്ക്ക് വന്ന. ഞാൻ ചോദിച്ചു, ഒരു 20 വർഷം മുമ്പ് കുർബാനയ്ക്ക് പോകുമെന്ന് വെച്ചു. 20 വർഷം മുമ്പ് കുർബാനയ്ക്ക് പോകുമെന്ന് വെച്ചു. അല്ലേലിയാം. ഒരു തീ കയറി കഴിയുമ്പോൾ കുർബാനയ്ക്ക് പോകുള്ളൂ. തീ ഇല്ലെങ്കിൽ, കല്യാണം കഴിഞ്ഞ് വരുന്ന സ്ത്രീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ചേട്ടനെ തീ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന, തീ കയറ്റിയില്ലെങ്കിൽ 2 ആളും പാതാളത്തിലേക്ക് പോകും. തന്നെ ഒരാളെ കയറ്റില്ല, 2 ആളും ഉണ്ടോ എന്ന് പത്രോസിലേക്ക്. അല്ലേലിയാം, അല്ലേലിയാം. സ്ത്രീ പറയാണ്, ഞാൻ നല്ല വിശ്വാസമുള്ളത്, ഞാൻ ക്രിസ്ത്യനിൽ പ്രവർത്തിച്ചതാ, ജീസസ് യൂത്തിൽ പ്രവർത്തിച്ച, അങ്ങനെ നല്ലൊരു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കല്യാണം നടത്തിയപ്പോഴാണ് പറയുന്നത് ചേട്ടൻ പള്ളി പോകാത്ത ചേട്ടനാണ്, സ്ഥിരം മദ്യപാനം കഴിച്ച് വന്ന് എന്താ ചെയ്യുന്നത്, ചേട്ടന് ലെക്കും ലെവലും ഇല്ല. പിറ്റേ ദിവസം കാല് തൊട്ട് പുറത്ത് പറയും, ഇനി ഞാൻ കുടിക്കില്ല. ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ഇത്രയും ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുക, ഇത്രയും കരിസ്മ, എന്നിട്ട് കർത്താവ് എനിക്ക്. ഈ സ്ത്രീയുടെ പ്രാർത്ഥന കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇവ മാനസാന്തരപ്പെട്ടു. കുടി നിർത്തി, മദ്യപാനം നിർത്തി, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അല്ലേലിയാം, അല്ലേലിയാം. അപ്പോൾ ഈ സഹോദരനും സഹോദരിയും മക്കളും എല്ലാം കുർബാനയ്ക്ക് പോയിട്ട് അവർ ചോദിക്കുക, ഇപ്പോഴും എന്താ കുഴപ്പം എന്താ?
കുഴപ്പം എന്താണ്? ഈ 5 കൊല്ലോ 10 കൊല്ലോ 20 കൊല്ലോ കുർബാന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിലെ മുന്നാസ്വാദനം സ്വീകരിച്ചിട്ടില്ല. ആ ബലക്ഷയം വന്നിട്ടുണ്ട്. ആ ബലക്ഷയത്തിന് കൂടി പരിഹാരം ചെയ്യണം. അല്ലേലിയ പരിഹാരം ചെയ്യണം. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു വരുമ്പോൾ പല വിധത്തിലുള്ള ആചാരങ്ങൾക്ക് പല വിധത്തിലുള്ള രീതിയിലേക്കും പോയി. പറ്റുമോ? ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും തകരാനുള്ള കാരണം കർത്താവ് സമ്പൽ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു, ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു, ധാരാളം പണം നൽകി അനുഗ്രഹിച്ചു, ധാരാളം വസ്തുക്കൾ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ 20 വർഷം മുമ്പ് ഈ കൂദാശകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കുമ്പസാരം ഒരുങ്ങി വന്ന് കുമ്പസാരിക്കണം. അന്ന് ദുഃഖവെള്ളി, പെസഹ, ഈസ്റ്റർ, ക്രിസ്മസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചാരങ്ങൾ, പന്തക്കുസ്ത തിരുനാൾ ചെയ്തില്ലെങ്കിൽ അതിനെല്ലാം പരിഹാരം ചെയ്തേ പറ്റൂ. അല്ലേലിയാ. അവർ പറഞ്ഞു, അവസാനം 4 ആളെയും കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഫാദർ ഇതാണെന്ന് തിരിച്ചറിഞ്ഞില്ല. കാരണം എന്താ? തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ലോത്ത് പറഞ്ഞു, ഇത്രമാത്രം മ്ലേച്ഛ അവൻ പുറത്തേക്ക് വന്ന സഹോദരരെ ഇത്രമാത്രം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് അവരെന്ത് ചെയ്തു? പുരുഷ ഇവരെ തള്ളി മാറ്റി. ആരെ? ലോത്തിനെ തള്ളി മാറ്റി. തൊട്ട് മുമ്പ് അധ്യായത്തിൽ വായിക്കി, 18 പറയാണ് എന്താ? അബ്രാഹത്തെ ഓക്കുമരത്തിൻ്റെ മാമോയുടെ ഓക്കുമരത്തിൻ്റെ സമീപം അബ്രാഹത്തിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് അവരെ കണ്ട് അവൻ കൂടാര വാതിൽക്കൽ എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്നു. നിലം പറ്റ താണ് അവരെ വണങ്ങി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ തിരിച്ചു. വഴിയിലെത്തുന്നതിന് വരെ അബ്രഹാം അവരെ അനുയാത്ര ചെയ്തു. കർത്താവ് ആലോചിച്ചു, അബ്രഹാം മഹത്വം ശക്തമായ ഒരു ജനതയായി അബ്രഹാം ഈ ലോത്തിന്റെ നാടിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വാദിക്കുന്നതാണ്. നോക്കിയേ, കർത്താവ് പറയാ 21 പറയാ, അവരുടെ പാപം ഗുരുതരമാണ്, അതിനാൽ അവരുടെ പ്രവർത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടെ വരെ പോവുകയാണ്. അവൻ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രഹാം അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രഹാം അവിടത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? വേണ്ട. അവസാനം വായിക്കി. അവസാനത്തെ 32 പറയാണ്, കർത്താവ് പറഞ്ഞു, 10 പേരെങ്കിലും കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേര് അവിടെയുള്ളവെങ്കിലോ അവിടെന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല. അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രഹാം സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. കർത്താവ് ലോത്തിനോട് പറഞ്ഞു, അവിടെ വിട്ടുപോക്കളാൻ പറഞ്ഞു അല്ലേ? ലോത്തും ഭാര്യയും മാറി. എന്നിട്ട് ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കി. എന്താ സംഭവിച്ചു എന്നറിയാൻ നോക്കി. എന്തുണ്ടായി? ഉപ്പ് തൂണായി മാറി. ഉപ്പ് തൂണായി. കാരണം ആ ദേശം ദൈവത്തെ ധിക്കരിക്കുന്നവരായിരുന്നു. ഈ സൊദോം ഗൊമോറ ദേശം ഇന്ന് പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ സമയത്ത് പറയുന്നതാണ്, സൊദോം ഗൊമോറ ദേശത്തിന് കൂടുതൽ ആശ്വാസമുണ്ട്. അപ്പോൾ ആർക്കാ ആശ്വാസം കുറയുന്നത്? നമുക്കോ? ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31:3 പറയാണ്, ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമമേളകളിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. സുഭോഗം പാപമാണോ? ഭക്ഷപദാർത്ഥങ്ങളുടെ ആർത്തി പാപമാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ പാപമാണ്. അത് ചെയ്യാൻ പാടില്ല. മറ്റൊരു മതസ്ഥരുടെയും ആരാധനാ രീതി നമ്മൾ പിന്തുടരാൻ പാടില്ല. ഓരോ മതത്തിനും അതിൻ്റേതായ ആരാധനാ രീതി നടത്താനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാധനാ രീതിയിൽ പങ്കെടുക്കുകയോ ആരാധന രീതി സ്വീകരിച്ചോ ചെയ്താൽ നമ്മൾ അവരെക്കാളും ശ്രേഷ്ഠരാണ്. ശ്രേഷ്ഠരെന്ന് പറഞ്ഞാൽ എന്താ? ശ്രേഷ്ഠരെന്ന് പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകത്തിൽ 4-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്കും കർത്താവ് കേൾക്കുന്നവരാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാണ്. 7-ന്റെ ഇതിൽ പറയാണ് അല്ലേ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ
നമ്മുടെ ദൈവമായ കർത്താവ് സമീപത്തിരിക്കുന്നത് ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ജനതയുള്ളത്? അപ്പം നമുക്കെന്താ ശ്രേഷ്ഠ എന്ന വാക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത അല്ലേ? ശ്രേഷ്ഠ മെത്രാപ്പ. അപ്പം നമ്മൾ ചെറിയവരാണോ? അല്ലല്ലോ, ശ്രേഷ്ഠരാണ്. ശ്രേഷ്ഠരെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനതകളെക്കാളും വ്യത്യസ്തരാണ്. അവനെന്താ? ഹൃദയത്തിൽ മാമുദിസ സ്വീകരിച്ചിരിക്കുന്നു, ഹൃദയത്തിൽ സ്ഥൈലലവനം സ്വീകരിച്ചിരിക്കുന്നു, ഹൃദയത്തിൽ തിരുപ്പട്ടം സ്വീകരിച്ചിരിക്കുന്നു. അല്ലേ? നമ്മൾ സാവോളിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ നിന്നും പോയിരുന്നു, അവൻ അറിഞ്ഞില്ല. ഒരു പണം ധാരാളം 19 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ പറയാ, ഫാദർ എനിക്ക് ഇഷ്ടം പോലെ ആസ്തി ഉണ്ടായിരുന്നു, പക്ഷെ എന്നിലുള്ള കൃപ നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞില്ല. 50 കോടിയുടെ ആസ്തിയുള്ളവരൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ, ഉണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞത് കൃപ നഷ്ടപ്പെടുന്നത് അറിയില്ല ഫാദർ.